പ്ലസ് ടു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള സെഷൻസ് ഇങ്ങനെ കണ്ടപ്പോൾ എഞ്ചിനീയറിംഗ് വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സെഷനാണ് ഈ സെഷൻ എന്ന് പറയുന്നത് top 3+1 top 4 engineering branches that I feel is gonna boom or grow faster. നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കരിയർ തുടങ്ങി 5 വർഷം കഴിഞ്ഞ് നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു രീതിയിൽ എത്തിപ്പെടാൻ പറ്റിയ ഒരു 4 ബ്രാഞ്ചസിനെ കുറിച്ചാണ് ഈ ഒരു സെഷനിലൂടെ പറയുന്നത്. എൻ്റെ പേര് ആരിഫ് പുള്ളാട്. സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം ടു അനദർ സെഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 2 ഡിസ്ക്ലൈമർ ഞാൻ പറയാം. ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചും മോശമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസും ഗ്രോ ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാഞ്ചസിലേക്കും ഇനി ഫിസിക്കൽ ബ്രാഞ്ചസ് ആയ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും AI ഇംപ്ലിക്കേഷൻസ് വന്ന് കുറേ ട്രെൻഡ്സും ചേഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഏത് പഠിച്ചാലും നിങ്ങൾ ആകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, AI ടൂൾസുമായിട്ട് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന AI സോഫ്റ്റ്വെയർസ് ടൂൾസുമായിട്ട് ഭയങ്കരമായിട്ട് റെലവൻ്റ് ആയി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാളും ഏറ്റവും നല്ല രീതിയിൽ എത്താൻ പറ്റും, പെട്ടെന്ന് ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റും. അതാണ് ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 15-20% ആനുവൽ റേറ്റിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചസുകളാണ് പറയുന്നത്. ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഒട്ടും മോശമല്ല, 7-8-10% വരെ ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ പറയുന്നത് ബെസ്റ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. ഇനി അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായി പറയുന്ന കാര്യമാണ്, നല്ല കോളേജ് ചൂസ് ചെയ്യാൻ നോക്കുക. ഈവൻ നിങ്ങൾ വേണ്ട ബ്രാഞ്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ നിങ്ങൾക്ക് നല്ല കോളേജ്, നല്ല സ്റ്റുഡൻറ് ക്രൗഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും രക്ഷപ്പെട്ടു വരാൻ പറ്റും. സെക്കൻഡ് ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന സാലറി എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക്കലി മീറ്റ് ചെയ്യണമെങ്കിൽ ടോപ്പ് കോളേജസിലൂടെ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി വന്നിട്ട് ഈ ഒരു ടോപ്പ് എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് വെച്ചിട്ട് കാര്യമുള്ളൂ. അതല്ല എന്നിട്ട് ഒരു Tier 3 കോളേജ് ആണെങ്കിൽ അല്ലെങ്കിൽ Tier 4 പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി എക്സ്പെക്ടേഷൻ മാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കരിക്കുലം ഈസ് ഓൾമോസ്റ്റ് എവറിത്തിങ് സിമിലർ. സോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 3 ബ്രാഞ്ചസ് ആണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് AI, റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 4th ഓപ്ഷൻ ആയിട്ട് ഒരു ബോണസ് എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജി എഞ്ചിനീയറിംഗ്. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് അവർ സെഷൻ ഈസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇതിലൊരു പുതിയ മിത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ AIക്ക് എല്ലാ കോഡിങ്ങും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ ഇനി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാ എഞ്ചിനീയേഴ്സിനെ റിപ്ലേസ് ചെയ്യുന്നുണ്ടല്ലോ കമ്പനീസ്, സോഫ്റ്റ്വെയർ മോഡൽസും LLM ലാർജ് ലാംഗ്വേജ് മോഡൽസും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈ പറയുന്നതിൽ പാർട്ട്ലി കറക്റ്റ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ AI മോഡൽസ് വന്നിട്ടുണ്ട്. ഒരു മിഡ് ലെവൽ എഞ്ചിനീയർ പണി വരെ ചെയ്യാൻ പറ്റുന്ന LLMസും ലാർജ് ലാംഗ്വേജ് മോഡൽസ് AI ടൂൾസ് ഒക്കെ വലിയ വലിയ കമ്പനീസ് ആയ OpenAI, അതുപോലെ മെറ്റ, അതുപോലെ ആന്ത്രോപിക് എന്ന് പറഞ്ഞ കമ്പനീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇനി ഫ്യൂച്ചർ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നല്ലോ, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI മോഡൽസ് ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആയി മാറാമല്ലോ. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്തായാലും എടുക്കേണ്ടതുണ്ട്. കാരണം അതല്ലാണ്ട് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് ഇനി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഔട്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സക്സസ് ഓപ്പർച്യൂണിറ്റി, പഠിച്ചിട്ട് പോകുന്ന സക്സസ് ഓപ്പർച്യൂണിറ്റി റിലേറ്റീവ്ലി ലോവർ ആയിരിക്കും, അല്ലെങ്കിൽ സ്ലോവർ ആയിരിക്കും. ഇതാണ് ഞാൻ പറയുക, സ്ലോവർ ആയിരിക്കും. നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആവും എല്ലാവരും, അതിലൊരു ഡൗട്ടുള്ള കാര്യമല്ല. അപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിൻ്റെ ബേസിക് കാര്യം നിങ്ങൾ +2 കഴിഞ്ഞവരായതുകൊണ്ട് സിമ്പിളായി പറയാണ്, സോഫ്റ്റ്വെയർസും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യലാണ്. അത് ഹാർഡ്വെയർ ആയിരിക്കാം, ഡിസൈൻസ് ഓഫ് സിസ്റ്റംസ് ആയിരിക്കാം. ബേസിക്കലി ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി നമ്മൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുക. കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് വെറും വെബ്സൈറ്റിൽ ജോലി വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക അതൊന്നല്ല. അതൊക്കെ ഇപ്പോൾ ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റും. കോംപ്ലെക്സ് പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യുക, അതിൻ്റെ ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യുക, അതൊക്കെയാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലബിൾ ആർക്കിടെക്ചർ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആമസോണിന് വേണ്ടി, അപ്പോൾ ആമസോണിൽ ഒരേ ടൈമിൽ മില്യൺസ് ഓഫ് ആൾക്കാർ, ചിലപ്പോൾ ബില്യൺസ് വരെ ചിലപ്പോൾ സിംഗിൾ ടൈം യൂസ് ചെയ്തിരിക്കാം, വെരി റെയർലി കേസസുകളിൽ. അപ്പോൾ അത്രയും ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡ് ആർക്കിടെക്ചർ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ബിൽഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് എഞ്ചിനീയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ മാൻ കമ്പനീസ് ആണ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നത്. ഹൈ പാക്കേജ്, ഹൈ ബെസ്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ കൊടുക്കുന്നത് മാൻ, മെറ്റ, ആമസോൺ, ആപ്പിൾ, നെറ്റ്ഫ്ലിക്സ് ആൻഡ് ഗൂഗിൾ. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ടാർഗറ്റ് കമ്പനീസ്. ഇതിന് മാർക്കരുത് മാങ് എന്ന് പറയും ഇവരെ. അപ്പോൾ ഇന്ത്യയിൽ കാര്യം നോക്കുകയാണെന്നില്ല, എൻട്രി ലെവൽ പൊസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാക്കേജിന്റെ കാര്യം പറയാം 5 to 8 LPA. ഈ കേസ് എന്ന് പറയുന്നത് Tier 3 കോളേജിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ് ആയാൽ ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് ഇത്രയും സാലറി കിട്ടാൻ പറ്റും. പക്ഷേ
ആവറേജ് നല്ലൊരു കോളേജിൽ നിന്നാണെങ്കിൽ ടോപ്പ് IITs ടോപ്പ് NITs ഒക്കെ ആണെങ്കിൽ നിങ്ങൾ CV ബിൽഡിംഗ് ഞാൻ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പ്ലാൻ ചെയ്യേണ്ടത്. ടോപ്പ് പാക്കേജ് 2 crore 1 crore 50 lakhs പാക്കേജ് അടിക്കാൻ വേണ്ടി അതുപോലെ നിങ്ങൾ ചെയ്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 LPA പാക്കേജ് എന്തായാലും മിനിമം നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പ്രോസസ് ആൻഡ് സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് നിങ്ങൾ എന്തായാലും എക്സൽ ചെയ്യാൻ വിചാരിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു പുതിയ ന്യൂ ഏജ് ടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയറിൽ തന്നെ Zoomcar, DRDO, Razorpay, Mudrex എന്ന് പറഞ്ഞ ടോപ്പ് കമ്പനീസുകളിൽ ഇന്റേൺഷിപ്പ് ഫസ്റ്റ് ഇയറിൽ മുതലേ ക്രാക്ക് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ കമ്പനീസുകളിൽ ഇന്റേൺഷിപ്പ് ക്രാക്ക് ചെയ്യുന്നത് മിനിമം 30,000 പെർ മന്ത് പാക്കേജ് വെച്ചിട്ടാണ് ഇന്റേൺഷിപ്പിന് ക്രാക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അസ്യൂം ചെയ്ത് തരാം 4 വർഷം കഴിഞ്ഞ് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഏതൊരു പാക്കേജിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും, ഏതൊരു ലെവലിൽ നിങ്ങളുടെ പ്രൊഫൈൽ എത്തിയിട്ടുണ്ടാവും. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ന്യൂട്ടൺ സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അവര് ഗെയിം ടോട്ടലി ന്യൂ ലെവലിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NST ബാക്കിയുള്ള കോളേജുകളുടെ പോലെ ഒന്നല്ല. ഫസ്റ്റ് ഡേ 1 മുതൽ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ മുതലേ നിങ്ങളുടെ കോഡിങ് പഠിപ്പിക്കുന്നുണ്ട്. ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് എഞ്ചിനീയറിംഗ് കോളേജസുകളൊക്കെ സെക്കൻഡ് ഇയർ മുതലാണ് പ്രാക്ടിക്കൽ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള എഡ്ജാണ് അവർക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ഇന്റേൺഷിപ്പ് ആയിട്ട് മാറി വരുന്നത്. തിയറിയുടെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് അവരുടെ സ്കിൽസ് കറക്റ്റ് സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി റിയൽ ലൈഫ് പ്രൊജക്ട്സും സോഫ്റ്റ്വെയർസും ഒക്കെയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്റ്റുഡൻസ്. NSTയിലെ കരിക്കുലം ഡിസൈൻ ചെയ്തത് ടോപ്പ് ടെക് കമ്പനീസിലെ പ്രൊഫഷണൽസിനെ കൊണ്ടാണ് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ റിസൾട്ട് റേഷ്യോയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. NSTയിലെ സ്റ്റുഡൻസ് നാഷണൽ ലെവലിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും പെർഫോം ചെയ്യുന്നുണ്ട്. ഹാർവേഡ് ഏഷ്യ കോൺഫറൻസ് തായ്ലൻഡിലെ ആൻഡ് US-ലെയും വിക്കിമീഡിയ ഹാക്കത്തോൺ ഇൻ എസ്റ്റോണിയ യൂറോപ്പിലും പോയിട്ട് ന്യൂട്ടൺ സ്കൂൾ ഓഫ് ടെക്നോളജിയെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കഴിവ് വെച്ചിട്ട്. ഈ ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ NST ഒരു ഡ്രീം കോളേജായിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ NSTയുടെ NSAT എൻട്രൻസ് എക്സാം February 5th നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്ത് പഠിച്ച് എഴുതി നോക്കുക. നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് സ്കോളർഷിപ്സും ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. സോ എന്തായാലും അപ്ലൈ ഫോർ ഇറ്റ്. സെക്കൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആണ് റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് AI. ഇത് രണ്ടും ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും എന്തായാലും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരിക കരിക്കുലർ സിലബസിലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക്സ് ഫിസിക്കൽ തിങ് ആണെങ്കിൽ പോലും അതിനെ ഫങ്ഷൻ ചെയ്യുന്നത് AI വെച്ചിട്ടായതുകൊണ്ട് നിങ്ങൾ അതെന്തായാലും പഠിച്ചിരിക്കേണ്ടത്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇതിന് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റോബോട്ടിക്സ് മാനുഫാക്ചറിങ്ങിലും സ്പേസ് എക്സ്പ്ലോറേഷനിലാണ് നിങ്ങൾ കൂടുതലായിട്ട് കാണാൻ പറ്റുക. നിങ്ങളിപ്പോൾ പുതിയ റോബോട്ട്സ് കണ്ടിട്ടുണ്ടാവും. NVIDIA ഇറക്കിയ റോബോട്ട്സിനൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ടെസ്ല ഇറക്കുന്നുണ്ട് ഹ്യൂമൻ ലൈക്ക് റോബോട്ട്സിനെയൊക്കെ. അപ്പൊ അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് പ്രൊജക്ട്സ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. AI തിങ് എന്ന് പറയുന്നത്, AI എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഭയങ്കര ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ കോണ്ടന്റ് ജനറേഷനിൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പോകും. AIയുടെ ഫസ്റ്റ് മിത്ത് ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റോബോട്ട്സ് വന്ന് നമ്മുടെ ഫിസിക്കൽ ലേബറൊക്കെ കളയും. പക്ഷെ അത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കോളർ ജോബ്സിനെയാണ് കൂടുതൽ എഫക്ട് ചെയ്തത് വരെ. ഇനിയാണ് ബ്ലൂ കോളർ ജോബ്സിലേക്ക് വരിക, റോബോട്ട്സിനെ കൊണ്ട് റോബോട്ടിക്സിലേക്ക് കൂടുതൽ ഇറങ്ങാൻ പോവുക. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. സ്റ്റാർട്ടിംഗ് സാലറീസ് വുഡ് ബി അറൌണ്ട് അഗെയിൻ 6 to 10 lakhs. ബട്ട് ഒരു നല്ല ടോപ്പ് കോളേജിൽ നിന്നൊക്കെ നിങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല AI മോഡൽസിലൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 LPA വരെ നിങ്ങൾക്ക് എന്തായാലും പിടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. റോബോട്ടിക്സ് അഗ്രികൾച്ചർ മുതൽ എഡ്യൂക്കേഷനിൽ വരെ ഭയങ്കര ട്രെൻഡ് വരുത്തുന്നത് കൊണ്ടും AIയുടെ അഡോപ്ഷൻ 35% ഗ്രോത്ത് ആണ് ആനുവലി ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. തേർഡ് എഞ്ചിനീയറിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. എനിക്ക് നന്നായി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ മുതൽ 5G നെറ്റ്വർക്ക്സ് വരെ റൺ ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുടെ ടെക്നോളജി പ്രോഗ്രസ് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് കുറച്ച് സർക്യൂട്ട്സിലും സെമി കണ്ടക്ടേഴ്സിലും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പെർസ്യൂ ചെയ്തിരിക്കേണ്ട ഒരു കോഴ്സാണിത്. ഇതിൽ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ, സെമി കണ്ടക്ടർ ബൂമാണ്. AI വരുന്നുണ്ട്, ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ എല്ലാം വരുന്നുണ്ട്. എല്ലാം റൺ ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ്. ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഒക്കെ സെമി കണ്ടക്ടർ ചിപ്സ് ആണ് വേണ്ടത്. NVIDIA ഒരു വളരെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫീൽഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ NVIDIAയെ കുറിച്ച് നന്നായി പഠിക്കുക. അവരുടെ ലേറ്റസ്റ്റ് റിലീസസും അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് പോവുക. കാരണം പെട്ടെന്ന് ഓരോ മാസവും പുതിയ പുതിയ പ്രൊഡക്ട്സ് ആണ് വരുന്നത് NVIDIAയുടെ. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് കാണുന്നത്. എൻട്രി ലെവൽ ആണെങ്കിൽ
നിങ്ങൾക്ക് 4 to 7 LPA വെച്ച് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുക. Tier 3 കോളേജൊക്കെ ആണെങ്കിൽ Tier 1 കോളേജൊക്കെ ആണെങ്കിൽ 25 to 30 LPA മിനിമം നിങ്ങൾക്ക് അടിക്കാൻ പറ്റും, ഒരു പ്രോപ്പർ സ്ട്രക്ചർ വേ ഓഫ് ലേണിംഗ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഓട്ടോണോമസ് വെഹിക്കിൾസ്, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുക. ടെസ്ല ഇപ്പോൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് കാറുകൾ. അപ്പോൾ അതുപോലത്തെ വെഹിക്കിൾസ്, അതിലൊക്കെയാണ് ഇലക്ട്രോണിക്സിന്റെ കൂടുതൽ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഞാൻ പേഴ്സണലി കാണുന്നത്. സൗത്ത് കൊറിയ, ജപ്പാനാണ് ഇതിൽ ലീഡേഴ്സ്. അപ്പോൾ അവിടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഫോർത്ത് ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജി എഞ്ചിനീയറിംഗ് ആണ്. അതായത് നിങ്ങൾ മാറ്ററിനെ അറ്റോമിക് ലെവലിൽ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ബെസ്റ്റ് റിസൾട്ട്സിന് വേണ്ടി. അപ്പോൾ ഇത് മെഡിസിനിലും ഇലക്ട്രോണിക്സിലും മെറ്റീരിയൽ സയൻസിലും ഒക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡ് മാറ്റിക്കൊണ്ടുവരുന്ന ഒരു എഞ്ചിനീയറിംഗ് ആണ് നാനോ ടെക്നോളജി എഞ്ചിനീയർ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ചെറിയ നാനോ ബോട്ട്സ് ക്രിയേറ്റ് ചെയ്യാണ്, ക്യാൻസർ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ കറക്റ്റ് സെൽസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങളുടെ ഇൻഫെക്ഷസ് ആയ സെല്ലിലേക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് എത്തിക്കാൻ പറ്റുന്ന ഒരു നാനോ ബോട്ട്സിനൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ഭയങ്കര പ്രോഗ്രസ് ആയിരിക്കും. അതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് നാനോ സൈസിൽ നിങ്ങൾക്ക് ഇമ്പാക്ട്ഫുൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാനോ ടെക്നോളജിയുടെ ഇന്നോവേഷൻസ് മേജറായിട്ട് നടക്കുന്ന ഇൻഡസ്ട്രികൾ എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി, ബയോമെഡിസിൻ, ഈവൻ ഫുഡ് സയൻസിൽ നിങ്ങൾ വരെ നാനോ ടെക്നോളജി കാണാൻ പറ്റും. കാരണം ബെറ്റർ ന്യൂട്രീഷ്യസ് ഫുഡ് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന, അത് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. USA, ജപ്പാൻ, സൗത്ത് കൊറിയയാണ് ഈ ഇൻഡസ്ട്രിയിലെ ലീഡേഴ്സ്. സ്റ്റാർട്ടിംഗ് റേഞ്ച്, എൻട്രി ലെവലിൽ നിങ്ങൾക്ക് സാലറി റേഞ്ച് പറയുന്നത് 6 to 12 LPA, എല്ലാം ഒരേ റേഞ്ചാണ്. Tier 3 കോളേജൊക്കെ ആണെങ്കിൽ ജോലി കിട്ടാൻ കുറച്ച് പാടാണ്. എല്ലാ എഞ്ചിനീയറിംഗിലും നല്ല കോളേജ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ അധികം പണിയെടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മിഡ് സീനിയർ ലെവൽ റോൾ അല്ലെങ്കിൽ ടോപ്പ് കോളേജൊക്കെ ആണെങ്കിൽ 50 LPA വരെ നിങ്ങൾക്ക് നന്നായി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ. നാനോ ടെക്നോളജി നിങ്ങൾ ശരിക്കും US-ലും ജപ്പാനിലും സൗത്ത് കൊറിയയിലൊക്കെ പോയി പഠിക്കുന്ന വേണം. അതായത് PG ലെവലിൽ പോയാലും മതി, M.Tech പോയാലും മതി. പക്ഷേ അതിന് അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു ഈ 3 ഫീൽഡിലും, ഞാൻ പറഞ്ഞ 3 ഫീൽഡിലും അത്രയും റിസർച്ചിനൊക്കെ പോകാൻ പറ്റിയ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ്. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഔട്ട്കം എടുക്കാൻ പറ്റും. അതായത് എക്സ്പൊണൻഷ്യൽ ലേണിംഗ് കർവ് ഉള്ള 3-4 ബ്രാഞ്ചസുകളാണ് എഞ്ചിനീയറിംഗിൽ ഈ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്ലൈമർ ഒന്നും കൂടി പറയാം, എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസും നല്ല ബ്രാഞ്ചസ് ആണ്. നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾ അത്രയും ഇൻഡെപ്ത് നിങ്ങൾ പോവും, അതേത് ബ്രാഞ്ച് ആണെങ്കിലും നിങ്ങൾ പോവും. പക്ഷേ വെറുതെ കളിച്ച് നടക്കാണ്ട് കോളേജിൽ കുറച്ച് പഠിക്കാൻ നോക്കുക. കാര്യങ്ങൾ ലോകം എങ്ങോട്ടാ പോകുന്നത് എന്തായാലും അറിയണം. എസ്പെഷ്യലി നിങ്ങൾ ഏത് ബ്രാഞ്ചിലാണോ അത് നിങ്ങൾ എന്തായാലും ബെസ്റ്റ് ആയിരിക്കണം. ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ അതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുക ഇന്റർവ്യൂവേഴ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിലേക്കും കോളേജ് ഗ്രൂപ്പ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് വേറൊരു സെഷനിലൂടെ കാണാം.